പിന്നെ പൂക്കി മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം സ്വയം വിളിച്ചത്. ജൻസിയോട് ഇങ്ങനെ ഈ പറയുന്ന കള്ളത്തരം കാണിക്കാൻ നിൽക്കരുത്, അവർ തൂക്കും, ചുവന്ന കരങ്ങളോടെ തൂക്കും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അത് തെരഞ്ഞെടുപ്പിന് മുമ്പെന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ മുമ്പ്, 48 മണിക്കൂർ മാത്രമുള്ളപ്പോൾ കേരളത്തിലെ വണ്ടിപ്രേമികളെയും കേരളത്തിലെ ജൻസിയെയും അവരുടെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരുത്തരവാദപരമായ ഒരു വാഗ്ദാനം നൽകി. അതാണ് കാര്യം. നിരുത്തരവാദപരം, പൊള്ളയായ ഒരു വാഗ്ദാനം. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഉള്ളൊരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ആ ജൻസി ഇല്ലെങ്കിൽ വണ്ടിപ്രേമികൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. വളരെ തന്ത്രപ്രധാനമായൊരു സമയത്താണ് നൽകിയത്. അദ്ദേഹം തുടർന്നുള്ള മണിക്കൂറുകളിൽ പ്രത്യേകിച്ചും അതിന് ശേഷം എല്ലാം പൂക്കി മുഖ്യമന്ത്രിയായി എന്നാണ് പിന്നെ അദ്ദേഹം തന്നെ അവകാശപ്പെട്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് എന്നതുപോലെ ഞാൻ എന്നെ തന്നെ പൂക്കി മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം സ്വയം വിളിച്ചത്. ഞാൻ എന്നെ തന്നെ വിമൽകുമാറാണ് എന്ന് ഞാൻ സ്വയം വിളിക്കുന്നത് പോലെ. ഇന്നലെ നിയമസഭയ്ക്കുള്ളിലും അത് കേട്ടു. നിയമസഭയ്ക്കുള്ളിൽ ഒരു പുതിയ അംഗം, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, ഈ ഗവൺമെൻറ് സാർ പൂക്കി ഗവൺമെൻറ് എന്നാണ് അറിയപ്പെടുന്നത്, ഈ ഗവൺമെൻറ് പൂക്കി മുഖ്യമന്ത്രിയാണെന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ശരി തന്നെയായിരുന്നു. ഇന്നലെ എനിക്കന്ന് വരെ ഏതാണ്ട് കമൻറ്റ് ബോക്സുകളും ഇൻസ്റ്റയിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് വിവരം പുറത്തു വന്നതിന് ശേഷം, വണ്ടിയുടെ മോഡിഫിക്കേഷനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ സംബന്ധിച്ച MVDയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കമൻറ്റ് ബോക്സ് എല്ലാം നോക്കുമ്പോൾ ആ പറഞ്ഞതിൽ ചില അക്ഷരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞാണ് വിളിക്കുന്നത്. ഇന്നലെ വരെ പൂക്കി എന്ന് വിളിച്ചിരുന്നിടത്ത് ഇപ്പോൾ മാറ്റം ഉണ്ടായി എന്ന് ഇന്നലെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട അംഗത്തെയും അതോടൊപ്പം തന്നെ സ്വയം ആ പേര് ചാർത്തിക്കൊണ്ട് നടന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് നോക്കണം. സംശയമുണ്ടോ? ജൻസിയെ പറ്റിക്കരുത്. അതെന്തിനാണത്? ജൻസിയെ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിക്കാനുള്ള, നിങ്ങൾക്ക് കയറി കളവ് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു ഉപകരണമായി ജൻസിയെ കാണരുത്. ജൻസിയെ അങ്ങനെ വില കുറച്ച് കാണരുത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജൻസിയെ വില കുറച്ച് കണ്ടു. അത് ചെയ്യരുത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട അതിലെ യാഥാർത്ഥ്യ ബോധത്തോടെയല്ലേ, ഉത്തരവാദിത്വ ബോധത്തോടെയല്ലേ ഒരു മുഖ്യമന്ത്രി സംസാരിക്കാവൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറിലൊരാൾ സംസാരിക്കാവൂ. പകരം തിരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് മതി എന്നതാണ്. വോട്ട് മതി. പറയുന്ന കാര്യങ്ങളിലെ ആത്മാർത്ഥതയല്ല, വാക്കുകളിലെ ആത്മാർത്ഥതയല്ല, വോട്ടാണല്ലോ. അദ്ദേഹത്തിന് വാക്കാണല്ലോ, വാക്ക് എന്ന് പറഞ്ഞതുപോലെ വോട്ടാണല്ലോ വോട്ട്. അതാണ് പ്രശ്നം അദ്ദേഹത്തിന്. അല്ല, വാക്കാണല്ലോ വാക്കല്ല, വോട്ടാണല്ലോ വോട്ട് ആണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പക്ഷേ അത് ജൻസി ഇപ്പോൾ ചുവന്ന കരങ്ങളോടെ തൂക്കിയിട്ടുണ്ട്. ചുവന്ന കരങ്ങളോടെ എന്നിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇനി അവർ തൂക്കിക്കൊള്ളും. ജൻസിയോടിങ്ങനെ ഈ പറയുന്ന കള്ളത്തരം കാണിക്കാൻ നിൽക്കരുത്, അവർ തൂക്കും, ചുവന്ന കരങ്ങളോടെ തൂക്കും എന്നതുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുക.